ഹലോ വേൾഡ് ചാനലിന്റെ ഇന്നത്തെ ചിന്താ വിഷയത്തിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. എന്നെ ആരും സ്നേഹിക്കുന്നില്ല, എന്നെ ആരും സഹായിക്കുന്നില്ല, എന്നെ ആരും കരുതുന്നില്ല എന്നൊക്കെയാണ് നമ്മളുടെ ആവലാതികൾ. എന്നാൽ നമ്മൾ ഒരു നിമിഷം നമ്മളിലേക്കൊന്ന് ചിന്തിച്ചു നോക്കി. ഞാൻ ആരെങ്കിലും സ്നേഹിക്കുന്നുണ്ടോ? ഞാൻ ആരെങ്കിലും കരുതുന്നുണ്ടോ? ഞാൻ ആരെങ്കിലും സഹായിക്കുന്നുണ്ടോ? ഇതൊക്കെ ഒന്ന് നമ്മൾ ചിന്തിച്ചാൽ, നമ്മുടെ ഉള്ളിലേക്കൊന്നിറങ്ങിയാൽ നമ്മൾക്ക് മനസ്സിലാകും തെറ്റ് നമ്മുടെ ഭാഗത്ത് തന്നെയാണ്. സ്നേഹം കൊടുത്താലേ നമുക്ക് വാങ്ങിക്കാൻ സാധിക്കത്തുള്ളൂ. എന്ത് സാധനവും നമ്മൾ കൊടുത്താലേ നമുക്കത് തിരികെ കിട്ടൂ. അത് ധനമായിരുന്നാലും കൊടുത്താലേ അത് വർദ്ധിക്കൂ, അത് തിരികെ കിട്ടൂ. അപ്പോൾ നമ്മുടെ ഉള്ളില് മറ്റുള്ളവരെ സ്നേഹിക്കാനും കരുതാനുമുള്ള ഒരു മനസ്സ് ഇല്ലെങ്കിൽ, ആ മനസ്സ് കഠിനപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾക്കും അതുപോലെ തന്നെ സ്നേഹം തിരികെ കിട്ടാതെ വരും. ഈ സ്നേഹം പിടിച്ചു വാങ്ങാൻ നമുക്ക് പറ്റത്തില്ല. അത് കൊടുക്കുമ്പോൾ അത് വർദ്ധിച്ചു വരും. അതുപോലെ തന്നെയാണ് ധനവും. ധനം നമ്മൾ കൊടുക്കുമ്പോൾ അത് വളർന്നു വരും, കൂടി വരും. ആ ധനം അല്ലാതെ കൊടുക്കാതെ ഇരുന്നാൽ ഇട്ട ധനം അതുപോലെ തന്നെ ഇരിക്കും. ധനമെന്ന് പറഞ്ഞാൽ അത് പൈസ മാത്രമല്ല, വിദ്യ ഒരു ധനമാണ്, മറ്റെല്ലാ കാര്യങ്ങളും ഒരു ധനം തന്നെയാണ്. അപ്പോൾ അത് നമ്മൾ കൊടുക്കും തോറും നമ്മൾ വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. അപ്പം നമ്മുടെ ഉള്ളില് നമ്മളുടെ ഒരു അഹം, അതായത് ഞാനെന്ന ഭാവം അതുള്ളപ്പോൾ നമുക്ക് മറ്റുള്ളവരെ കരുതാനോ മറ്റുള്ളവരെ സ്നേഹിക്കാനോ ഒന്നും നമുക്ക് പറ്റത്തില്ല. പരാതി പറയാൻ മാത്രമേ നമുക്ക് സാധിക്കൂ. എന്നാൽ അത് മറ്റുള്ളവരെ നമ്മൾ കരുതുമ്പോൾ, സ്നേഹിക്കുമ്പോൾ അവരും നമ്മളെ കരുതും, അവരും നമ്മളെ സ്നേഹിക്കും. ആ സ്നേഹമാണ് നമ്മളെ ഈ ഭൂമിയിൽ നിലനിർത്തുന്നത്. ആ സ്നേഹമാണ് നമുക്ക് ജീവൻ നൽകുന്നത്. ആ സ്നേഹമാണ് നമ്മളെ വീണ്ടും വീണ്ടും ജീവിതത്തിലേക്ക് പിടിച്ചു നിർത്തുന്നത്. ആ സ്നേഹമില്ലെങ്കിൽ നമ്മൾക്ക് നിരാശ വരും, നിരാശാബോധം വരും, നമ്മുടെ ജീവൻ നമുക്ക് നഷ്ടപ്പെടുത്താൻ വരും. അങ്ങനെ പല കാര്യങ്ങളിലേക്ക് നമ്മൾ നീങ്ങും. അപ്പോൾ ആ സ്നേഹം കൊടുത്താൽ നമുക്ക് തിരികെ കിട്ടും. സോ ഹാവ് എ നൈസ് ഡേ. താങ്ക് യു വെരി മച്ച്.